ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവജനമേ, ക്രിസ്മസിനു വേണ്ടി വ്യത്യസ്തമായ രീതികളിൽ നമ്മളെല്ലാവരും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ദിവസവും ദേവാലയത്തിൽ മുടങ്ങാതെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ട് ക്രിസ്മസിനു വേണ്ടി ഒരു പറ്റം ദൈവജനം ഒരുങ്ങുന്നു. അതേസമയം തന്നെ ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിയന്ത്രണം വരുത്തിക്കൊണ്ട് ക്രിസ്മസിനു വേണ്ടി ഒരുങ്ങുന്നു. കൂടുതൽ സമയവും ദിവസവും വിശുദ്ധ ഗ്രന്ഥം വായിക്കാനും കൊന്ത ചെല്ലാനും തീരുമാനമെടുത്തുകൊണ്ട് ക്രിസ്മസിനു വേണ്ടി ഒരുങ്ങുന്നു. നമ്മുടെയൊക്കെ വീടുകളിലും സ്ഥാപനങ്ങളിലും നക്ഷത്രങ്ങൾ തൂക്കിയിട്ടുകൊണ്ട് ക്രിസ്മസിനു വേണ്ടി ഒരുങ്ങുന്നു. കുറേയധികം പേര് മൊബൈൽ ഫോൺ ഉപയോഗത്തിൽ നിയന്ത്രണങ്ങൾ വരുത്തിക്കൊണ്ട് ക്രിസ്മസിനു വേണ്ടി ഒരുങ്ങുന്നു. ഇങ്ങനെയൊക്കെ ക്രിസ്മസിനു വേണ്ടി വ്യത്യസ്തമായ ഒരുക്കങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതിൻ്റെ പ്രിയപ്പെട്ടവരെ, വ്യക്തിപരമായൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഏതെങ്കിലും രീതിയിൽ ഈ ക്രിസ്മസിന് വേണ്ടി നിൻ്റെ ജീവിതത്തിൽ നീ ഒരുക്കം നടത്തുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഈ ശുശ്രൂഷ നിന്നോട് പരിശുദ്ധാത്മാവ് നൽകുന്ന ഒരു ആഹ്വാനമാണ്. ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങി പ്രാർത്ഥിക്കണം. ഈ വിഷയം പഠിക്കുന്നതിന് വേണ്ടി പരിശുദ്ധാത്മാവ് ഒരു വചനം നമുക്ക് സമ്മാനിക്കുകയാണ്. അത് വിശുദ്ധ പൗലോസ്ലീഹ ഫിലിപ്പ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 6, 7, 8 തിരുവചനങ്ങളാണ്. സെൻറ്റ് പോൾസ് ലെറ്റർ ടു ഫിലിപ്പിയൻസ് ചാപ്റ്റർ 2 വേർഡ്സ് 6, 7 and 8 നമുക്ക് പരിചയമുള്ള വചനമാണ്. എങ്കിലും വിശുദ്ധ ഗ്രന്ഥം തുറന്ന് ആ വചനം ഒരുമിച്ച് വായിച്ച് നമുക്ക് അഭിഷേകം പ്രാപിക്കാം. വചനത്തിൽ ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു: ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസൻ്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിലായിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെപ്പോലെ കാണപ്പെട്ടു. മരണം വരെ, അതെ കുരിശു മരണം വരെ അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി. ഈ ക്രിസ്മസ് കാലയളവിൽ പലതവണ വായിച്ച് ധ്യാനിക്കേണ്ട ഒരു തിരുവചനമാണിത്. യേശുവിനെക്കുറിച്ചാണ് പറയുക. വചനം പഠിപ്പിക്കുന്നത് എന്താണ്? തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസൻ്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിലായിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെപ്പോലെ കാണപ്പെട്ടു. മരണം വരെ, അതേ കുരിശു മരണം വരെ അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി. ഈശോയുടെ ഒരു സ്വഭാവത്തെക്കുറിച്ച് നമ്മളോട് പറയുകയാണ്. എന്തിനെന്നറിയോ? ഈ കാലയളവിൽ നമ്മുടെ ജീവിതത്തിലും ഈ സ്വഭാവ രീതി സ്വീകരിക്കണമെന്നാണ് വചനം നമ്മളെ ഈ സമയം പഠിപ്പിക്കുന്നത്. നമുക്കറിയാം, യേശുവിൻ്റെ ജനനം, യേശുവിൻ്റെ ജീവിതം പിന്നീടുള്ള ഓരോ കാലഘട്ടത്തിലും വലിയ വിപ്ലവാത്മകമായ മാറ്റങ്ങളാണ് വരുത്തിവെച്ചത്. കാരണം എന്താണ്? ആ കാലം അത്രയും ഉണ്ടായിരുന്ന ദൈവസങ്കല്പത്തെ മുഴുവൻ തച്ചുടയ്ക്കുന്നതായിരുന്നു യേശുവിൻ്റെ ജനനം. അധർമ്മം എവിടെയുണ്ടോ അവിടെയെല്ലാം ധർമ്മം സ്ഥാപിക്കുന്നതിനു വേണ്ടി ഓരോ ദൈവ അവതാരങ്ങളെക്കുറിച്ചൊക്കെ ഒത്തിരി നമ്മളും വായിച്ച് കേട്ടിട്ടുണ്ടാവും. എന്നാൽ യേശുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ച് വചനം പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവൻ ശൂന്യനായി തന്നെ തന്നെ ഒതുക്കിയവനാണ്, തന്നെ തന്നെ എളിമപ്പെടുത്തിയവനാണ് യേശു. ഇത് ഈ ലോക ജനതയുടെ മുമ്പിൽ ക്രൈസ്തവന് ഏറ്റെടുത്തു പറയാൻ പറ്റിയ ഏറ്റവും മഹത്തായ കാര്യമാണ്. എൻ്റെ ദൈവം സ്വയം ശൂന്യനായി
ഒരു സ്ത്രീയുടെ ഉദരത്തിൽ രൂപപ്പെട്ട് 30 വർഷത്തോളം ഒരു വീട്ടിൽ ഒതുങ്ങിക്കൂടി, അല്ലേ? കുരിശിൽ ഒതുങ്ങി, കല്ലറയിൽ ഒതുങ്ങി. ഇന്ന് ഇതാ തിരുവോസ്തിയിൽ, ദേവാലയങ്ങളിലെ അൾത്താരയിൽ നമുക്ക് വേണ്ടി ഒതുങ്ങി നിൽക്കുന്ന യേശു, ഇപ്രകാരമുള്ള ഒരു ദൈവം, മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം ഒതുങ്ങുന്ന ഒരു ദൈവം, പ്രിയപ്പെട്ടവരെ, ഈ ക്രിസ്മസ് കാലയളവിൽ നമ്മളോട് സ്വയം ഒതുങ്ങിയ ഈ ദൈവം ചില കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. യേശു നമ്മളോട് പറയുകയാണ്. എന്താ പറയുന്നേ? ഞാൻ മറ്റുള്ളവരെ ഒതുക്കിയവനല്ല, സ്വയം ഒതുങ്ങിയവനാണ്. എന്താണ് പറയുന്നത്? ഞാൻ മറ്റുള്ളവരെ ഒതുക്കിയവനല്ല, സ്വയം ഒതുങ്ങിയവനാണ്. ഈ ക്രിസ്മസ് കാലയളവിൽ, ഒരുക്കനാളുകളിൽ നമ്മുടെ സ്വഭാവത്തിൽ സ്വീകരിക്കേണ്ട അടിസ്ഥാനപരമായ ഒരു കാര്യമാണ് ഇതാ വിശുദ്ധ പൗലോസ്ലീഹ ഫിലിപ്പ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത്. യേശു ആരെയും ഒതുക്കിയില്ല, മറിച്ച് സ്വയം ഒതുങ്ങിയവനാണ്. സാധിക്കുമെങ്കിൽ ആ വീട്ടിലൊക്കെയുള്ള ചുറ്റുവട്ടത്തുള്ളവരോടും പ്രിയപ്പെട്ടവരോടും ഈ വലിയ ഒരു സന്ദേശം ഒന്ന് പങ്കുവയ്ക്കണം. നമ്മുടെ യേശു അതാരെയും ഒതുക്കിയവനല്ല, മറിച്ച് സ്വയം ഒതുങ്ങിയവനാണ്. എന്തിനാണ് ഈ സന്ദേശം മറ്റുള്ളവരോട് പങ്കുവയ്ക്കുന്നത്? നമ്മുടെ സ്വഭാവത്തിലും ഈ ഒരു വലിയ പ്രത്യേകത ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് അനിവാര്യമാണ്. നമ്മുടെയൊക്കെ ഒരു സ്വഭാവ രീതി എന്താ? മറ്റുള്ളവരെ ഒതുക്കിക്കൊണ്ട് എൻ്റെ കാര്യം നടക്കണം, എൻ്റെ ചിന്ത, എൻ്റെ ആശയം, ഞാൻ പറയുന്നത് ശരി എന്ന് പറഞ്ഞുകൊണ്ട് വീമ്പിളക്കി നടക്കുന്നവരാണ് പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളുമൊക്കെ. ഇതാ ഈശോ പറയുന്നു, നീ ക്രിസ്മസിന് വേണ്ടി ആത്മാർത്ഥമായിട്ടാണ് ഒരുങ്ങുന്നതെങ്കിൽ നിൻ്റെ സ്വഭാവത്തിൽ ഈ പറഞ്ഞ കാര്യം ഒന്ന് പ്രാവർത്തികമാക്കണം. വളരെ പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസം ഒരു നേഴ്സ് ധ്യാനകേന്ദ്രത്തിൽ പ്രാർത്ഥിക്കാൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ, എനിക്ക് വേണ്ടി നന്നായിട്ടൊന്ന് തീഷ്ണതയോടെ അച്ഛനൊന്ന് പ്രാർത്ഥിച്ചേ. കാരണം എന്നാണെന്നറിയോ? എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരുത്തി, അച്ഛാ, അവൾ മലയാളിയാണ്, എൻ്റെ നാട്ടുകാരിയാണ്. അച്ഛാ, അവൾ എനിക്കെതിരെ പരദൂഷണം പറഞ്ഞ് എന്നെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. അച്ഛാ, അവളെ ഞാൻ വിടത്തില്ല അച്ഛാ, അവളെ ഞാൻ ശരിയാക്കും അച്ഛാ, അവളെ ഞാൻ ഒതുക്കും അച്ഛാ. അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചേ. അവളോട് നന്നായിട്ട് യുദ്ധം ചെയ്യണം, അവളെ ഒന്ന് ശരിയാക്കാൻ വേണ്ടി അച്ഛനൊന്ന് പ്രാർത്ഥിച്ചേ. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരെ ഒതുക്കാൻ വേണ്ടി പ്രാർത്ഥനാ സഹായം തേടുന്നവരാണ് ചിലരൊക്കെ. നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ ഒതുക്കാൻ വേണ്ടിയിട്ടാണോ നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ജീവിത ശൈലിയും? ദാ ഈശോ ചോദിക്കുക. സ്വയം ഒതുങ്ങിയ ഈശോ നമ്മളോട് പറയുന്നു, മറ്റുള്ളവരെ ഒതുക്കാൻ വേണ്ടി നീ ഓടി നടക്കണ്ട. ഒരു ഭർത്താവ് കരഞ്ഞോണ്ട് കൗൺസിലിങ്ങിനിടയിൽ എന്നോട് പറയുക, അച്ഛാ, സങ്കടത്തിലാണ്, എന്തു ചെയ്യണമെന്നറിഞ്ഞുകൂടാ, എനിക്ക് ജോലി നഷ്ടപ്പെട്ടു, എന്നാൽ ഭാര്യയ്ക്ക് ജോലിയുണ്ട്, നല്ല ശമ്പളമുണ്ട്. അച്ഛാ, അവളും മക്കളും ഇപ്പോൾ ഒരു കക്ഷിയാണ്. എൻ്റെ വീട്ടിലെ അവസ്ഥ അച്ഛാ, ഇന്ത്യ പാകിസ്ഥാനേക്കാളും കഷ്ടമാണ്. ഞാൻ ഒറ്റയ്ക്ക്, ഭാര്യയും മക്കളും കൂടെ അച്ഛാ എന്നെ ഒതുക്കി ഒരു പരുവത്തിലാക്കിയിട്ടിരിക്കുക. ഇനി എന്നെ ചെയ്യണമെന്നറിഞ്ഞുകൂടാ. എൻ്റെ കയ്യിലാണെങ്കിൽ പണമില്ല, ഞാൻ പറഞ്ഞാൽ അവർ കൂട്ടാക്കത്തുമില്ല. അവർക്കിപ്പോൾ എന്നെ ഒരു മീച്ചമില്ല, ഒരു കറിവേപ്പില പോലെ എന്നെ കണക്കാക്കുന്നത്. അവരെന്നെ ഒതുക്കിയിട്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, ഞാനിതൊക്കെ പറയുമ്പോൾ നമ്മുടെ കുടുംബത്തിലെയും അവസ്ഥ ഒന്ന് ധ്യാനിക്കണം. നമ്മൾ ആരെയെങ്കിലുമൊക്കെ ഒതുക്കിയിട്ടിരിക്കുകയാണോ? യേശു പഠിപ്പിക്കുന്ന കാര്യം എന്താ? സ്വയം ഒതുങ്ങുക, സ്വയം എളിമപ്പെടുക, ശൂന്യവൽക്കരണം. അത്ര എളുപ്പമല്ല. പറയാൻ എളുപ്പമാണ്, പക്ഷേ
പ്രായോഗിക ജീവിതത്തിൽ വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞൊരു കാര്യം സ്വയം ഒതുങ്ങുക. നാളുകൾക്ക് മുമ്പ്, ഈ കൊറോണയൊക്കെ വരുന്നതിന് മുമ്പ്, ഞാൻ ഒരു ആ വീട്ടിലെ മകൻ വിളിച്ചിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി, അച്ഛാ അത്യാവശ്യമാണ്, ഒന്ന് വന്ന് പ്രാർത്ഥിക്കണം, അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ആ വീട്ടിൽ ചെന്നു. ഞാനപ്പോൾ പോകുന്ന വഴിയിൽ ഈ വ്യക്തിയോട് ചോദിച്ചു, എന്താണ് വീട്ടിലെ അവസ്ഥ? അപ്പോൾ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, അച്ഛാ എൻ്റെ അവസ്ഥ വളരെ ദാരുണമായ അവസ്ഥയാണ്. കാരണം എൻ്റെ അപ്പൻ മരിച്ചുപോയി, പിന്നെ എനിക്ക് അമ്മ മാത്രമാണുള്ളത്. അമ്മയുണ്ട്. അച്ഛൻ ഞാൻ 1.5 വർഷം മുമ്പ് കല്യാണം കഴിഞ്ഞു. ഇപ്പോൾ എൻ്റെ ഭാര്യ ഗർഭിണിയാണ്. എൻ്റെ അമ്മയും എൻ്റെ ഭാര്യയും തമ്മിൽ ഭയങ്കര യുദ്ധമാണ് അച്ഛാ. അച്ഛനൊന്ന് വന്നൊന്ന് പ്രാർത്ഥിക്കുക. അപ്പം ഞാൻ ആ വീട്ടിലോട്ട് ചെന്നപ്പോൾ 2 മുറികളിലായിട്ട് ഭാര്യ, അമ്മായിയമ്മ, ആ വീട്ടിലെ അമ്മ, 2 മുറികളിൽ 2 പേരും അടച്ചിരിക്കുകയാണ്. ഞാൻ ആദ്യം ഈ മരുമകളുടെ അടുക്കലോട്ട് ചെന്നു. ഞാൻ പറഞ്ഞു, നീ അമ്മയെ സ്നേഹിക്കണം. നീ ഇപ്പോൾ ഗർഭിണിയാണല്ലോ, നീ അമ്മയെ പരിപാലിക്കണം. എങ്കിലേ നിൻ്റെ ജീവിതത്തിൽ ഈ കുഞ്ഞ് നിന്നെയും പരിഗണിക്കുകയുള്ളൂ. ഈ അമ്മയെ സ്നേഹിക്കണം. അപ്പോൾ ആ പെൺകുട്ടി എന്നോട് പറഞ്ഞു, അച്ഛാ, അച്ഛനറിയോ, ഞാൻ ഗർഭിണിയല്ലേ. ആ സ്ത്രീ എന്നോട് എങ്ങനെയാണ് പെരുമാറണമെന്നറിയോ? അച്ഛാ, ഞാനിപ്പോൾ ഗർഭിണിയാണെന്നുള്ള ഒരു പരിഗണന പോലും എനിക്കില്ല, ഒരു പരിഗണനയില്ല. എന്ന് മാത്രമല്ല അച്ഛാ, എന്നെ പലതരത്തിൽ വേദനിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഞാനിപ്പോൾ ഗർഭിണിയായിരിക്കുന്നത് ആ തള്ളയ്ക്ക് ഇഷ്ടമായിട്ടില്ല അച്ഛാ. ഇങ്ങനെയാണ് ആ പെൺകുട്ടി പറഞ്ഞത്, ആ തള്ളയ്ക്ക് ഇഷ്ടമായിട്ടില്ല. അച്ഛാ, അച്ഛനറിയോ, അടുക്കള ഭാഗത്ത് ഞാൻ ഇന്നലെ രാവിലെ ചെന്നപ്പോൾ അവിടെ ആ തറയിൽ എണ്ണ ഒഴിച്ചിട്ടിരിക്കുന്നു. എന്തിനാണെന്നറിയോ അച്ഛാ? ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഞാൻ തെന്നി വീഴാൻ വേണ്ടി എണ്ണ ഒഴിച്ചിട്ടിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തൊരു ക്രൂരമായ കാര്യമാണിത്, അല്ലേ? എന്തൊരു ക്രൂരമായ കാര്യം. അതായത് ഗർഭിണിയായ മരുമകൾ തെന്നി വീഴാൻ വേണ്ടിയിട്ട് അടുക്കളയിൽ എണ്ണ ഒഴിച്ചു വച്ചിരിക്കുന്ന അമ്മ. അപ്പം ഞാൻ ഈ മകളോട് പറഞ്ഞു, നീ ഇവിടെ ശാന്തമായിട്ടിരിക്കുക, ഞാനൊന്ന് അമ്മയോടൊന്ന് സംസാരിക്കട്ടെ. ഞാനങ്ങോട്ട് ചെന്നപ്പോൾ ഈ അമ്മായിയമ്മ ഒരു 1.5 അമ്മായിയമ്മയാണ്, നല്ല ആരോഗ്യമൊക്കെ ഉണ്ട്. ഈ സ്ത്രീ എന്നോട് പറഞ്ഞു, അച്ഛാ, അവളെ നിലയ്ക്ക് നിർത്തണം, അച്ഛാ, അവളെ ഒതുക്കണം. അവൾ വന്ന് കയറിയപ്പോൾ മുതൽ ഈ വീട് ഭരിക്കുകയാണ്. അവൾ ആരാ അച്ഛാ? ഞാനല്ലേ ഈ വീട് നയിക്കുന്ന ആൾ. അവളോട് ശാന്തമായിട്ടിരിക്കാൻ പറ, അവളോട് മര്യാദയ്ക്ക് ഇരിക്കാൻ പറ. അപ്പം ഞാൻ പറഞ്ഞു, അമ്മ ചെയ്തത് ശരിയായില്ലല്ലോ. മകൾ ഗർഭിണിയല്ലേ, ആ പെൺകുട്ടി വീഴാൻ വേണ്ടിയിട്ട് അടുക്കളയിൽ എണ്ണ ഒഴിച്ചു വെച്ചത് ശരിയായോ? ആ തറയിൽ എണ്ണ ഒഴിച്ചു വെച്ചത് ശരിയായോ? ഉടനെ തന്നെ ഈ സ്ത്രീ എന്നോട് പറഞ്ഞെന്താണെന്നറിയോ? അച്ഛാ, ശരിയാണ്, എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് എണ്ണ വീണുപോയി, ഞാനത് തുടച്ചില്ല. പക്ഷെ അവൾ എന്നോട് ചെയ്തെന്താണെന്നറിയോ? അച്ഛാ, ഇന്നലെ ഭക്ഷണത്തിൽ അവൾ വിമ്മിട്ട് കലക്കി എനിക്ക് തന്നു. എന്നെ നശിപ്പിക്കാൻ വേണ്ടി, എൻ്റെ വയറ് മുഴുവൻ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി അവൾ വിമ്മ് കലക്കി തന്നു. 2 പേരും ഒരു വീട്ടിൽ, 2 പേരും, അമ്മ, മരുമകളല്ല മകൾ, അല്ലേ? പ്രിയപ്പെട്ടവരെ, 2 പേരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ? പരസ്പരം യുദ്ധം ചെയ്യുക. മറ്റു വ്യക്തിയെ എങ്ങനെ ഒതുക്കാമെന്നുള്ളതാണ് ഇതിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതായി ക്രിസ്മസ് കാലയളവ് നമ്മളോട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആരെയും ഒതുക്കാൻ പോകണ്ടെന്നേ. ഒതുക്കാൻ പോകുന്നത് കൊണ്ട് ഒരു തരത്തിലും നമ്മൾ രക്ഷ പ്രാപിക്കുന്നില്ല. പലപ്പോഴുള്ള നമ്മുടെ ചിന്ത എന്താ? ആ വ്യക്തിയെ ഒതുക്കിയാൽ ഞാൻ രക്ഷപ്പെടും, അല്ലേ? ആ കാര്യത്തെ ഒതുക്കിയാൽ ഞാൻ രക്ഷപ്പെടും. അങ്ങനെ ഒരു രക്ഷ നമ്മുടെ ജീവിതത്തിൽ അടിസ്ഥാനപരമായി സംഭവിക്കുന്നില്ല. ഇതെല്ലാം ഈ കാലഘട്ടത്തിൽ ചുറ്റുവട്ടത്തുള്ള ലോകം നമ്മളോട് പറയും, നീ അങ്ങനെ ചെയ്യ്, നീ ഇങ്ങനെ ചെയ്യ്, നീ മറ്റുള്ളവരെ ഒതുക്ക്, നീ നേതാവാകുക. എന്നാൽ വിശുദ്ധ ഗ്രന്ഥം അടിസ്ഥാനപരമായ നന്മയായ വചനം പഠിപ്പിക്കുന്നത് നീ സ്വയം ഒതുങ്ങുക എന്നുള്ളതാണ്. നീ സ്വയം ഒതുങ്ങുക എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, കുറച്ച് നാളുകൾക്ക് മുമ്പ് പത്രത്തിലൊരു വാർത്ത
രസകരമായ വാർത്തയാണ്. ഒരു പാർട്ടിക്കാരുടെ സമ്മേളന വേദി നേതാക്കന്മാരെ കൊണ്ട് നിറഞ്ഞു. അതിൻ്റെ ചിത്രങ്ങൾ പത്രത്തിലൊക്കെ വന്നിരുന്നു. രസകരമായ ചിത്രമാണ്. ഓഡിയൻസിനേക്കാൾ കൂടുതൽ ആളുകളാണ് സ്റ്റേജിലിരിക്കുന്നത്. ഇവർ പറയുന്ന പ്രസംഗമൊന്നും കേൾക്കാൻ അധികം ആളുകളൊന്നുമില്ല. മറിച്ച് എല്ലാവരും നേതാക്കന്മാരാണ്. എല്ലാ നേതാക്കന്മാരുടെയും ഭാരം കൂടിയിട്ട് ആ സ്റ്റേജ് ഇടിഞ്ഞു പൊളിഞ്ഞ് താഴ്ത്തു വീണു. നേതാക്കന്മാരുടെ ഭാരം കൂടിയിട്ട്. എല്ലാവർക്കും നേതാവാകണം, എല്ലാവർക്കും സ്ഥാനം വേണം. ഇങ്ങനെ ഒരു ചിന്ത വന്നാൽ സകലതും ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീഴും. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ കാലഘട്ടത്തിൽ ഈ പറഞ്ഞ വിഷയം ഒരു തിന്മ പോലെ നമ്മുടെ എല്ലാവരുടെയും തലയ്ക്കകത്തിങ്ങനെ കയറിയിരിക്കുക. മറ്റുള്ളവരെ ഒതുക്കുക. ഞാൻ പറയുന്നത് മാത്രമാണ് ശരി, നിങ്ങൾ ശബ്ദിക്കേണ്ട കാര്യമില്ല, എൻ്റെ ശരി മാത്രം നിങ്ങൾ അനുസരിച്ചാൽ മതി. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ കുടുംബങ്ങളിലും ചുറ്റുവട്ടത്തും ഇപ്രകാരമുള്ള വലിയൊരു തിന്മയുടെ പീഡ വ്യാപരിക്കുന്നുണ്ട്. ഈ ക്രിസ്മസ് കാലയളവ് നമ്മളോട് പറയുന്നത് സ്വയം ഒതുങ്ങുക, എളിമപ്പെടുക, ശാന്തമാവുക. ഒരു കുടുംബത്തിൻ്റെ അവസ്ഥ എന്താണെന്നറിയോ? കുടുംബത്തിലെ കുടുംബനാഥനാണ് ഭരിക്കുന്നത്. കുടുംബനാഥന് സാമ്പത്തിക ശേഷിയുണ്ട്. ആ കുടുംബത്തിൽ കുടുംബനാഥൻ വരുന്നു കഴിഞ്ഞ് ആ കുടുംബനാഥനെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അപ്പോൾ ഈ വ്യക്തി അസ്വസ്ഥനാകും. ഉടനെ തന്നെ പറയും, ഇതെൻ്റെ വീടാണ്, എൻ്റെ പണമാണ്, നിങ്ങൾക്ക് സൗകര്യമുണ്ടെങ്കിൽ നിന്നാൽ മതി, നിങ്ങൾ ഇറങ്ങിപ്പോവുക. ഭാര്യയും മക്കളും പേടിച്ചാണ് കഴിയുന്നത്. പേടിച്ച്. ഞാനിത് പറയുമ്പോൾ ഒറ്റപ്പെട്ട ഒരു കുടുംബത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്താനല്ല. നമ്മുടെയൊക്കെ സ്വഭാവ രീതികളിൽ ഇപ്രകാരമുള്ള ചില ശൈലികൾ വർദ്ധിച്ചു വരുന്നുണ്ട്. ഞാൻ മാത്രമാണ് ശരി, ബാക്കിയുള്ളവരൊന്നും ശരിയല്ല. ഇത് നമ്മുടെ കുടുംബത്തിൽ മാത്രമല്ല, നമ്മുടെ ചുറ്റുവട്ടത്ത് കൂട്ടായ്മകളിൽ അല്ലേ? ഈ കാലഘട്ടത്തിലെ പല പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിച്ച് നോക്കിക്കേ. അടിസ്ഥാനപരമായി ഈ ഒരു തിന്മയാണ് ഭരിക്കുന്നത്. ഞാനാണ് ശരി, ഞാൻ മാത്രമാണ് ശരി, നിങ്ങളെല്ലാം തെറ്റ്. പ്രിയപ്പെട്ടവരെ, ക്രിസ്മസ് നമ്മളെ പഠിപ്പിക്കുന്ന പാഠം മറ്റുള്ളവരെ ഒതുക്കുന്നവരാകരുത്, മറിച്ച് ഒതുങ്ങുന്നവരാവുക, എളിമപ്പെടുക. ഈ എളിമപ്പെടുന്നത്, സ്വയം ശാന്തമാവുന്നത് ഒരു പരാജയമായിട്ട് കണക്കാക്കരുത്. ചിലർ ചിന്തിക്കും, ഞാനിങ്ങനെ ഒതുങ്ങിക്കഴിഞ്ഞാൽ എന്താകും? എളിമപ്പെടണോ? അത് കുഴപ്പമല്ലേ? ഒരു കുറവല്ലേ? ഒരു തോൽവിയല്ലേ? അതൊരു തോൽവിയല്ല. ഒതുങ്ങുന്നത് ഒരിക്കലും ഒരു തോൽവിയല്ല. മറിച്ച് വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നത് അത് കൃപ ലഭിക്കുന്നതിനുള്ള ഏറ്റവും വലിയ ഒരു വഴിയാണെന്നുള്ളതാണ്. ഒരു വീട്ടമ്മ എന്നോട് ചോദിച്ചു, അച്ഛാ, ഞാനിങ്ങനെ ശാന്തമായിട്ടിരിക്കണോ അതോ ഭർത്താവിനെതിരെ യുദ്ധം ചെയ്യണോ? യുദ്ധം ചെയ്യണമെങ്കിൽ യുദ്ധം ചെയ്യാം, എനിക്കതിനുള്ള കഴിവുണ്ട്, എൻ്റെ വീട്ടുകാർ പറഞ്ഞിട്ടുണ്ട്, ഫുൾ സപ്പോർട്ടാണെന്ന്. ഞാൻ യുദ്ധം ചെയ്യണോ? ഞാൻ പറയും, യുദ്ധം ചെയ്തിട്ട് എന്താ ഗുണം? ഭർത്താവിനെതിരെ യുദ്ധം ചെയ്തിട്ട് എന്താ ഗുണം? ശാന്തമാവുക, എളിമപ്പെടുക. കൃപ വേണമോ? എളിമപ്പെടണം. നമ്മളെ ഇത് വചനം പഠിപ്പിക്കുന്നത് യാക്കോബ് ശ്ലീഹായുടെ ലേഖനം ബുക്ക് ഓഫ് ജെയിംസ് ചാപ്റ്റർ 4 വേർഡ് 6 വചനം പഠിപ്പിക്കുന്നു. അവിടുന്ന് കൃപാവരം ചൊരിയുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ദൈവം അഹങ്കാരികളെ എതിർക്കുകയും എളിമയുള്ളവർക്ക് കൃപ കൊടുക്കുകയും ചെയ്യുന്നു. അഹങ്കാരികളെ ദൈവം എതിർക്കുന്നു. എന്നിട്ട് കൃപ ആർക്കാണ് കൊടുക്കുന്നത്? എളിമയുള്ളവർക്കാണ് കൃപ കൊടുക്കുന്നത്. അപ്പോൾ സ്വയം ഒതുങ്ങി എളിമപ്പെട്ടു എന്ന് കരുതി അതൊരു പരാജയമായിട്ട് കണക്കാക്കണ്ട. ഈ ക്രിസ്മസിൻ്റെ ഒരുക്ക നാളുകളിൽ നമ്മുടെ ജീവിതശൈലിയുടെ ഭാഗമായി ഈ പറഞ്ഞ കാര്യം നമുക്ക് പ്രാവർത്തികമാക്കാം. സ്വയം ഒതുങ്ങുക. നമ്മുടെ സംസാരത്തിൽ ചിലപ്പോൾ അല്ലേ, നമുക്കറിയാം, ചിലപ്പോഴൊക്കെ തിരിച്ചു പറയാനായിട്ട് നാവിങ്ങനെ ചൊറിഞ്ഞു വരും. ശാന്തമാവുക. പ്രകോപനപരമായി നീ സംസാരിച്ചത് കൊണ്ട് എന്ത് മെച്ചം? പ്രകോപനപരമായി നീ പെരുമാറിയത് കൊണ്ട് എന്ത് മെച്ചം? ശാന്തമാവുക. അടിസ്ഥാനപരമായി ദൈവമാണ് ഒരു വ്യക്തിയുടെ കൃപ നിയന്ത്രിക്കുന്നത്. നമ്മളൊരു വ്യക്തിയെ തോൽപ്പിച്ചു,
വാക്കുകൊണ്ട് തോൽപ്പിച്ചു, ആ വ്യക്തിയെ നമ്മൾ മുറിവേൽപ്പിച്ചു. അതുകൊണ്ട് എന്തു മെച്ചം? അത് വീണ്ടും മുറിവായിട്ട് വർദ്ധിക്കും. വചനം പഠിപ്പിക്കുന്നു, എളിമയുള്ളവർക്ക് കൃപ ലഭിക്കുന്നു. വീണ്ടും ദാനിയേലിൻ്റെ പ്രവചനം 10-ാം അധ്യായം 12-ാം തിരുവചനത്തിൽ ദാനിയേലിനോട് ദൈവം പറയുന്നൊരു കാര്യമുണ്ട്. ശ്രദ്ധിച്ച് വായിച്ച് പഠിച്ചോണം. എന്തിനാണെന്നറിയോ? നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കണമെങ്കിൽ എന്തു വേണമെന്നറിയോ? നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നവരാണല്ലോ, അല്ലേ? എന്തോരം പ്രാർത്ഥനയാണ്. ഒരു വ്യക്തിക്ക് പ്രാർത്ഥിച്ചാൽ ഉത്തരം ലഭിക്കണമെങ്കിൽ അടിസ്ഥാനപരമായി ആ വ്യക്തി ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ദാനിയേലിനോട് ദൈവം പറയുക, 10-ാം അധ്യായം 12-ാം തിരുവചനം, ദാനിയേലേ, ഭയപ്പെടേണ്ട. ശരിയായി അറിയുന്നതിന് നീ നിൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ നിന്നെ തന്നെ എളിമപ്പെടുത്താൻ തുടങ്ങിയ ദിവസം മുതൽ നിൻ്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടിരിക്കുന്നു. എന്താ വചനം പറയുന്നത്? നിൻ്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടിരിക്കുന്നു എന്ന് മുതലാ. നീ ദൈവത്തിൻ്റെ മുമ്പിൽ നിന്നെ തന്നെ എളിമപ്പെടുത്താൻ തുടങ്ങിയ ദിവസം മുതൽ. സ്വയം എളിമപ്പെട്ടാൽ പ്രാർത്ഥന കേൾക്കും. നമ്മുടെയൊക്കെ പലരുടെയും പ്രാർത്ഥന ദൈവം കേൾക്കാത്തത് ഒരുപക്ഷെ നമ്മുടെയൊക്കെ അഹങ്കാര ചിന്ത കൊണ്ടാണോ? ഇതാ ഈ ക്രിസ്മസിൻ്റെ ഒരുക്കനാളിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നു, എളിമപ്പെടുക, എളിമപ്പെടുക, ശാന്തമാവുക. സ്വയം ശൂന്യവൽക്കരിച്ച യേശുവാണ് നമ്മുടെ മാതൃക. നിൻ്റെ പ്രാർത്ഥന കേൾക്കണമോ? എളിമപ്പെടുക. വീണ്ടും യെശയ്യായുടെ പ്രവചനം 66-ാം അധ്യായം 2-ാം തിരുവചനം. പരിചയമുള്ള വചനമായിരിക്കും അല്ലേ? ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 66 വേർഡ്സ് 2 വചനം പറയുന്നു, ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുന്നത്. ദൈവം ശ്രദ്ധിക്കുന്നത്, ദൈവം നോക്കുന്നത് ആരെയാ? അഹങ്കാരികളെ അല്ല. വചനം പഠിപ്പിക്കുന്നത് ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കണം. ആത്മാവിൽ എളിമ വേണം. എളിമ പഴയ നിയമത്തിലെ മനോഹരമായൊരു പുസ്തകമാണല്ലോ യൂതിത്തിൻ്റെ പുസ്തകം. യൂതിത്തിൻ്റെ പുസ്തകം ചാപ്റ്റർ 4 4-ാം അധ്യായം 9-ാം വചനം. വചനം ഇങ്ങനെയാണ്, ഇസ്രായേലിലെ ഓരോരുത്തരും തീഷ്ണതയോടെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുകയും കഠിനമായി ഉപവസിച്ച് തങ്ങളെ തന്നെ എളിമപ്പെടുത്തുകയും ചെയ്തു. ഇസ്രായേൽ ജനം അനുഗ്രഹം പ്രാപിച്ച വഴികളെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ വചനം പഠിപ്പിക്കുന്ന കാര്യം അവർ തങ്ങളെ തന്നെ എളിമപ്പെടുത്തി എന്നുള്ളതാണ്. എളിമപ്പെടുത്തുക, സ്വയം ഒതുങ്ങുക. ഈ ക്രിസ്മസ് കാലയളവിൽ നമ്മളോട് തന്നെ ചിന്തിക്കണം, എൻ്റെ ജീവിതത്തിൽ ഞാൻ മറ്റുള്ളവരെ ഒതുക്കാൻ നടക്കുന്ന വ്യക്തിയാണോ? സ്വയം ഒതുങ്ങുന്ന വ്യക്തിയാണോ? സ്വയം ഒതുങ്ങുന്ന വ്യക്തിയാണോ? വീണ്ടും നമ്മുടെ മുമ്പിൽ ദിനവൃത്താന്ത പുസ്തകം, നല്ല വചനമാണ്. ദിനവൃത്താന്ത പുസ്തകം 2-ാം പുസ്തകം 7-ാം അധ്യായം 14-ാം തിരുവചനം. വചനം ഇങ്ങനെയാണ്, എൻ്റെ നാമം പേറുന്ന എൻ്റെ ജനം എന്നെ അന്വേഷിക്കുകയും തങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുകയും തങ്ങളുടെ ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരികയും ചെയ്താൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥന കേട്ട് അവരുടെ പാപങ്ങൾ ക്ഷമിക്കുകയും അവരുടെ ദേശം സമ്പുഷ്ടമാക്കുകയും ചെയ്യും. നിനക്ക് അനുഗ്രഹം വേണോ? നിൻ്റെ കുടുംബം രക്ഷ പ്രാപിക്കണോ? നിൻ്റെ പ്രാർത്ഥന കേൾക്കണോ? എന്തു വേണമെന്നറിയോ? വചനം പഠിപ്പിക്കുന്നത്, എൻ്റെ നാമം പേറുന്ന എൻ്റെ ജനം എന്നെ അന്വേഷിക്കുകയും തങ്ങളെ തന്നെ എളിമപ്പെടുത്തുക. തങ്ങളെ തന്നെ എളിമപ്പെടുത്തുക. നീ ഇത്രയേ ഉള്ളൂ, സ്വയം ഒതുങ്ങുക. ചില സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെട്ടെന്നോർത്തുകൊണ്ട്, ഇത്രയും നാളും ഉണ്ടായിരുന്ന ചില പരിഗണന നിനക്ക് നഷ്ടപ്പെട്ടെന്നോർത്തുകൊണ്ട് പരിഭവിക്കേണ്ടെന്ന്. ഒരിടവകയിൽ വർഷങ്ങളായിട്ട് അതായത് ട്രസ്റ്റി ആയിട്ട് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നൊരു വ്യക്തി, ട്രസ്റ്റി ആയിരുന്നു. ആ പള്ളിയിൽ മൊത്തം അവിടെ ഒരു പുതിയ വികാരിയച്ഛൻ വന്നപ്പോൾ ആ വികാരിയച്ഛന് പുതിയ ആളുകളെയൊക്കെ സെലക്ട് ചെയ്തു. ഈ വർഷങ്ങളായിട്ട് ട്രസ്റ്റി ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഇയാളെക്കുറിച്ച് പുതിയ വികാരിയച്ഛന് വല്ല അറിവുമില്ലായിരുന്നു. ഇത്രയും നാളും ട്രസ്റ്റി ആയിരുന്ന വ്യക്തി അസ്വസ്ഥനായി. ഇനി ഞാൻ പള്ളിയിൽ പോകുന്നില്ല, പുതിയ വികാരിയച്ഛൻ എന്നെ പരിഗണിക്കുന്നില്ല, എന്നെ ശ്രദ്ധിക്കുന്നില്ല. പിന്നീട് ഈ വ്യക്തിയുടെ ഉള്ളിൽ ആ പള്ളി പോകാതിരിക്കുക മാത്രമല്ല, ഉള്ളിൻ്റെ ഉള്ളിൽ വെറുപ്പാണ്. ഞാനൊരിക്കൽ കണ്ടപ്പോൾ ഈ വ്യക്തി പറഞ്ഞത് ഇങ്ങനെയാണ്, അച്ഛാ, ഞാൻ എൻ്റെ വികാരിയച്ഛന് എങ്ങനെ ഒതുക്കണമെന്നാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്.
എങ്ങനെ ഒതുക്കണമെന്നാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, സ്വയം ഒതുങ്ങുക. മറ്റുള്ളവരെ ഒതുക്കാനല്ല, സ്വയം ഒതുങ്ങുക. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടാണോ പള്ളിയിൽ പോണത്? നീ എന്തിനാ പള്ളിയിൽ പോണത്? വചനം പഠിപ്പിക്കുന്നത് എന്താ? പ്രാർത്ഥിക്കുമ്പോൾ, ദേവാലയത്തിൽ ചെല്ലുമ്പോൾ എന്ത് ചെയ്യണം? തങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കണം. ഒരു സ്ഥാനമാനോ നോക്കണ്ട, ഒരു പരിഗണനയും നോക്കണ്ട, മറിച്ച് സ്വയം എളിമപ്പെട്ട് പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിക്കുന്നിടങ്ങളിൽ 2 ദിനവൃത്താന്തം 12-ാം അധ്യായം 7-ാം തിരുവചനം പഠിപ്പിക്കുന്നു, അവർ എളിമപ്പെട്ടു എന്ന് കണ്ട് കർത്താവ് ക്ഷേമായോട് അരുളി ചെയ്തു, അവർ തങ്ങളെ തന്നെ താഴ്ത്തി, ഇനി ഞാൻ നശിപ്പിക്കുകയില്ല. കണ്ടില്ലേ വചനം? ഇനി ഞാൻ നശിപ്പിക്കില്ല. എപ്പോഴാ? അവർ തങ്ങളെ തന്നെ എളിമപ്പെടുത്തി. പ്രിയപ്പെട്ടവരെ, ഈ വചനമൊക്കെ നമ്മളിപ്പോൾ വായിച്ചു പ്രാർത്ഥിച്ചതിൻ്റെ അടിസ്ഥാനപരമായ സന്ദേശം എന്താ? ഈ നാളുകളിൽ നമ്മുടെ സ്വഭാവത്തിൽ നമ്മൾ വളർത്തിയെടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എളിമപ്പെടുക, സ്വയം ഒതുങ്ങുക, മറ്റുള്ളവരെ ഒതുക്കാൻ ഓടണ്ട. ഈ ക്രിസ്മസ് കാലയളവ് നമ്മളോട് പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠമായിട്ട് സ്വീകരിക്കാം. നമ്മുടെ സ്വഭാവത്തിൽ ശാന്തമാവുക, എളിമപ്പെടുക, സ്വയം ഒതുങ്ങുക. യേശു മറ്റുള്ളവരെ ഒതുക്കിയവനല്ല, സ്വയം ഒതുങ്ങിയവനാണ്. ഈ അനുഗ്രഹം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.